എല്ലാ കൂട്ടുകാർക്കും ജിജോസ് കോർണറിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഒരു ഇംഗ്ലീഷ് കോട്ടേജ് പായ്, ഇംഗ്ലണ്ടുകാരുടെ പ്രിയപ്പെട്ടൊരു ഭക്ഷണമാണ്. അപ്പോൾ നമുക്കൊന്ന് പോയി കണ്ടിട്ട് വരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്ത് വെച്ചേക്കുന്ന ഒരു 6-7 വലിയ പൊട്ടറ്റോ നമ്മുടെ പുഴുങ്ങി വെച്ചേക്കുന്നത്, അതൊന്ന് മാഷാക്കി എടുക്കണം. അപ്പോൾ അതൊന്ന് പൊടിച്ച് മാഷ് ചെയ്തെടുക്കുകയാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനത് പൊടിച്ചിട്ട് കുറച്ച് ബട്ടറും ഇച്ചിരി പാലും കൂടി ചേർത്ത് നല്ല സോഫ്റ്റാക്കി എടുക്കുക, അതാണ് വേണ്ടത്. അപ്പോൾ അത് പാലും ബട്ടറും നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. അത് നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ അല്ലാതെ പൊടിച്ചെടുത്താൽ മതി. നല്ലപോലെ പൊടിഞ്ഞ് നല്ല സോഫ്റ്റായി കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് പാലും ബട്ടറും ചേർക്കുന്നത്. ആവശ്യത്തിന് ഉപ്പിട്ടാണ് ഞാൻ പുഴുങ്ങിയേക്കുന്നത്, അതുകൊണ്ട് ഉപ്പ് രണ്ടാമത് ഇടേണ്ട കാര്യമില്ല. അപ്പം നിങ്ങൾ ഉപ്പിട്ടല്ല പുഴുങ്ങിയെന്നെങ്കിൽ ഇച്ചിരി ഉപ്പും കൂടെ ഇട്ടിട്ട് മാഷ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ മാഷ് ഇവിടെ റെഡി ആയിരിപ്പുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത സ്റ്റേജിലേക്ക് പോകാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാന് അടുപ്പത്ത് വെച്ചിട്ട് ചൂടാക്കിയിട്ട് അതിനകത്ത് ഇച്ചിരി ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഓയിലൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് കുറച്ച് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചേക്കുന്നത്, പിന്നെ നമുക്ക് വേണ്ടത് സവോളയാണ്. അത് ഞാനിവിടെ എടുത്തേക്കുന്നത് ഒരു 3 വലിയ സവോള എടുത്തിട്ടുണ്ട്. അത് ചതുരമായിട്ട് അരിഞ്ഞ് വെച്ചേക്കുന്നതാണ്. അപ്പോൾ ഇത് രണ്ടും ഒന്ന് നല്ലപോലെ ഒന്ന് വഴറ്റി സോഫ്റ്റായിട്ട് വരാം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് വെജിറ്റബിൾസാണ്. അപ്പോൾ ഇതൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് നമുക്ക് അത് റെഡിയാക്കാം. അപ്പോൾ ഇത് ഉള്ളി നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇത് ലേശം ഉപ്പിട്ടിട്ട് എടുത്ത് കൊടുക്കുകയാണെങ്കിൽ എളുപ്പം ആയി കിട്ടും. അപ്പോൾ ഞാനൊരു ഇച്ചിരി ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റി സോഫ്റ്റ് ആകുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പം ഉള്ളി നമ്മുടെ നല്ലപോലെ ഒന്ന് വഴണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഇനിയിപ്പോൾ ഇതിനകത്തേക്ക് മിക്സ് വെജിറ്റബിൾ ഇടുകയാണ്. ഞാനിവിടെ എടുത്തേക്കുന്നത് മിക്സ് വെജിറ്റബിൾ ഫ്രോസൺ വാങ്ങിച്ചിട്ടാണ്. അപ്പോൾ അത് ഡീഫ്രോസ്റ്റ് ചെയ്ത് വെച്ചതാണ് ഇട്ടേക്കുന്നത്. അത് നിങ്ങളുടെ കയ്യിലുള്ള വെജിറ്റബിൾസൊക്കെ നമുക്ക് ചേർക്കാം, നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ചേർക്കാം. ഇവിടുത്തെ മിക്സ് വെജിറ്റബിൾ നോർമലി ചേർക്കുന്നത് പീസും ക്യാരറ്റും ഒക്കെയാണ്. അപ്പോൾ ഞാനത് മിക്സായിട്ട് എടുത്തിട്ടേക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അതൊന്ന് ഇച്ചിരി ഉപ്പ് ഇട്ടൊന്ന് സോട്ട് ചെയ്യുക. നല്ലപോലെ ഒന്ന് സോഫ്റ്റായി നല്ലൊന്ന് പകുതി ഒന്ന് വഴന്ന് വരുന്നപ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് മിൻസ്ഡ് മീറ്റ് അതും കൂടെ ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആ മിൻസ് മീറ്റ് ഒന്ന് വേകുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ അതൊന്ന് സോട്ട് ചെയ്ത് മിൻസ് മീറ്റ് ഒന്ന് വെന്ത് കഴിയുമ്പം നമുക്ക് അതിനകത്തോട്ട് ഇച്ചിരി മസാല ചേർക്കണം. മസാല സാധാരണ ഇവിടെ ആൾക്കാർ ചെയ്യുമ്പം അത് ഒത്തിരി മസാല ഒന്നും ചേർക്കത്തില്ല, ജസ്റ്റ് ഉപ്പും കുരുമുളക് പൊടി മാത്രമേ ചേർക്കാറുള്ളൂ അവർ. പക്ഷേങ്കിൽ നമുക്ക് നമ്മുടെ രീതിയിൽ ആണ് ഞാനിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആദ്യം ഒരു ലേശം മഞ്ഞൾപ്പൊടി ഇടുകയാണ്. അപ്പം നമ്മൾ ഇന്ത്യൻ സ്റ്റൈലിൽ ഉണ്ടാക്കുന്നതേ ഉള്ളൂ കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഇടുന്നത്. അപ്പോൾ ഇവിടെ ഉണ്ടാക്കുമ്പോൾ അവരതൊന്നും ചേർക്കത്തില്ല, മഞ്ഞൾപ്പൊടി ഒന്നും ഇടത്തില്ല. ഓക്കെ, ആ മഞ്ഞൾപ്പൊടി ഒന്ന് അതിൻ്റെ പച്ചമണം മാറുന്നതിന് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇനി നമുക്ക് ഒരു സ്പൂണ് ഗരം മസാല ഇട്ട് കൊടുക്കാം. അപ്പം ഗരം മസാല ഇട്ടു. ഇനി അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഒരു സ്പൂണ് മുളക് പൊടി, അത് എരിവുള്ള മുളക് പൊടിയാണ് ഞാനിവിടെ ചേർക്കുന്നത്. കാശ്മീരി മുളക് പൊടിയല്ല, എരിവുള്ള മുളക് പൊടി. അത് നമുക്ക് ഇച്ചിരി എരിവ് വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു സ്പൂണ് കുരുമുളക് പൊടി ആണ് ഇനി ചേർക്കാൻ പോകുന്നത്. അപ്പോൾ ഇത്രയും മസാല ഞാൻ ഇടുന്നുള്ളൂ. നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ നമ്മുടെ മീറ്റ് മസാല ഒക്കെ വേണമെങ്കിൽ ഇടാം, അതിൻ്റെ ടേസ്റ്റ് വേണമെങ്കിൽ. പക്ഷേ ഇതിൻ്റെ ആവശ്യമുള്ളൂ, നമുക്ക് സാധാരണ ഒരുമാതിരി സ്പൈസി കിട്ടും. അപ്പോൾ ഇത്ര ഇട്ട് നല്ലപോലെ ഒന്ന് ആ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് അപ്പോൾ തന്നെ നമുക്ക് ആ മീൻസൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് വെന്ത് കിട്ടും. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഇച്ചിരി ഹെർബ്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടുന്ന് ഇടുന്നത് ഇച്ചിരി ഒറിഗാനോടെ ഒരു ലേശം ഇടുന്നുണ്ട്. അതൊക്കെ ഓപ്ഷനിലാണ്, അതൊന്നും നിർബന്ധമൊന്നും ഉള്ളതല്ല. നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം, അത്രയേ ഉള്ളൂ. പിന്നെ നമ്മുടെ റോസ്മേരി അതും ഒരു ഇച്ചിരി ഇട്ട് കൊടുക്കാം, അതും ഓപ്ഷനിലാണ്. ഇതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ജസ്റ്റ് എൻ്റെ ഉള്ളത് കൊണ്ട് നമുക്ക് ഇവിടുത്തെ ആ ഒരു സ്റ്റൈലായതുകൊണ്ട് ഞാനത് ചേർത്ത് കൊടുക്കുന്നു. അതുപോലെ തന്നെ തൈം, ഈ സാധനങ്ങളൊക്കെ ഞാൻ പറഞ്ഞില്ല ഓപ്ഷനിലാണ്. അത് വേണമെങ്കിൽ മാത്രം നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുക്കുക, അത് ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കഴിയുക. ഇനി നമുക്ക് വേണ്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൊമാറ്റോ പ്യൂരിയാണ്. ഇത് ആവശ്യത്തിന് ഉപ്പ് നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. ഉപ്പ് നമ്മൾ ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക, നമ്മുടെ ആവശ്യത്തിന്. ഇനി നമുക്ക് വേണ്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൊമാറ്റോ പ്യൂരിയാണ്. അപ്പം ഞാൻ ടൊമാറ്റോ റെഡിമെയ്ഡാണ് വാങ്ങിച്ചേക്കുന്നത്. അപ്പോൾ എൻ്റെ റെഡിമെയ്ഡ് ഉള്ളതുകൊണ്ട് ഞാൻ ആ റെഡിമെയ്ഡായിട്ടുള്ള പ്യൂരി ഞാൻ ഇതിനകത്തോട്ട് ചേർക്കാൻ പോവാണ് ഇനിയും. അപ്പോൾ ഇപ്പം നമ്മുടെ എല്ലാം വെന്തിട്ടുണ്ട്. അപ്പം നമ്മുടെ അടുത്ത ഇനിയുള്ളത് നമ്മുടെ പ്യൂരി ചേർത്ത് കൊടുക്കുക. അപ്പോൾ അത് റെഡിമെയ്ഡ് ചേർത്ത് കൊടുത്തു. നിങ്ങൾ പ്യൂരി ആക്കി എടുത്താലും മതി, ജസ്റ്റ് അത് ചേർക്കുക.
അപ്പോൾ എന്നിട്ട് അത് നമ്മളൊന്ന് അതിൻ്റെ ഒന്ന് ചൂടായി ആ ടൊമാറ്റോ ഒന്ന് വേകുന്നിടം വരെ വെയിറ്റ് ചെയ്യുക. അപ്പം നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇപ്പം. അപ്പോൾ അതെല്ലാം കുക്കായി ടൊമാറ്റോ എല്ലാം ഒന്ന് വെന്ത് അതിൻ്റെ പച്ചമുളകൊക്കെ നോക്കി ആവശ്യത്തിന് ഉപ്പൊക്കെ നോക്കി എല്ലാം റെഡിയാക്കി വെച്ചു. ഇനി നമുക്കത് ഒരു വേറൊരു ഡിഷിലോട്ട് വെച്ചിട്ട് നമുക്കത് ഓവനിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അതെങ്ങനെയാണ് സെറ്റ് ചെയ്ത് കുക്ക് ചെയ്യുന്നതെന്ന് ഞാൻ കാണിക്കാം. അപ്പോൾ നമ്മൾ അതൊന്ന് എടുത്ത് വെച്ചു. ഇനി നമ്മുടെ ഈ ഗ്ലാസിൻ്റെ ഈ ഒരു ട്രെയിലാണ് ഞാനത് കുക്ക് ചെയ്യുന്നത്. നമുക്ക് നിങ്ങളുടെ ഗ്ലാസിൻ്റെ ട്രെയിലെങ്കിൽ മറ്റ് സാധാ ട്രെയിലിനകത്ത് വെച്ചാൽ മതി. അപ്പോൾ ആദ്യം നമുക്ക് ഈ മിൻസ് എല്ലാം ഒന്ന് ഫുള്ള് അതിൻ്റെ അടിയിലൊന്ന് ഒരു ലെയറിട്ട് ലെവൽ ചെയ്ത് വെക്കുക. അത് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ മണ്ടയ്ക്കോട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന നമ്മുടെ പൊട്ടറ്റോ മാഷ് ചെയ്ത് വെച്ചേക്കുന്നത് അതിൻ്റെ മണ്ടയ്ക്കോട്ടിട്ട് അതും ഫുള്ള് ലെയർ ചെയ്ത് എടുക്കുക. അപ്പം നമുക്കിനി പൊട്ടറ്റോ ഒന്ന് ആഡ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഞാനത് കാണിക്കാം. അപ്പോൾ ഞാനിവിടെ പൊട്ടറ്റോ എല്ലാം ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കൊരു ഫോർക്ക് കൊണ്ട് അതിൻ്റെ മണ്ടയ്ക്ക ജസ്റ്റ് അതുപോലെ ഒന്ന് വരഞ്ഞ് അതിൻ്റെ ആ ഒരു എന്താ പറയുന്നത് അത് ഓന് വെച്ച് വരുമ്പോൾ അതിൻ്റെ ഒരു ക്രിസ്മസ് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് ലൈൻ ഇട്ട് കൊടുക്കുക. അതിടണമെന്ന് നിർബന്ധമൊന്നുമില്ല, പക്ഷേ അത് കാണാനൊരു ഭംഗി ഒക്കെയാണ് അങ്ങനെ ചെയ്യുമ്പോൾ. അപ്പോൾ ആ ഒരു ഷേപ്പൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അതാണ് പ്രോപ്പർ കോട്ടേജ് പൈയുടെ ഇത് ചെയ്യുന്നത്. അപ്പോൾ അതെല്ലാം ഒന്ന് ഇട്ടു. ഇനി നമുക്ക് ഇതിന് മണ്ടക്കോട്ടെ ഷ്രെഡഡ് ചീസ്, അത് നിങ്ങളുടെ എന്ത് ചീസാണോ ഉള്ളത് അത് അതിൻ്റെ അനുസരിച്ചിടുക. അപ്പോൾ അത് ഇട്ട് ഷ്രെഡ് ചെയ്തേക്കുന്നതാണ്. അപ്പോൾ അതിട്ട് ഫുള്ള് നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞേച്ച് നമ്മൾ പ്രീ ഹീറ്റഡ് ഓവനകത്തോട്ട് വെക്കാൻ പോവാണ്. അപ്പം നമ്മുടെ അതെല്ലാം നല്ല കറക്റ്റായിട്ട് നല്ല എല്ലാം വെച്ചേക്കാണ്. ഇനിയിപ്പം ഞാൻ പ്രീ ഹീറ്റഡ് ഓവന് ഓവൻ ഞാൻ സെറ്റ് ചെയ്തേക്കുന്നത് 180 ഡിഗ്രി ഓർ 200 ഡിഗ്രിയിൽ നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ സെറ്റ് ചെയ്തേക്കുന്നത് 180 ഡിഗ്രിയിലാണ്. ഞാൻ ആദ്യം ഒരു 10 മിനിറ്റ് വെക്കുകയാണ്. അപ്പം വെച്ച് അത് കഴിഞ്ഞിട്ട് ഇച്ചിരി വേണമെങ്കിൽ നമുക്ക് വെക്കാം. ഇപ്പം ശരിക്കും ഞാൻ ഇതിനകത്ത് മൊത്തം 15 മിനിറ്റ് വെച്ചിട്ടുണ്ട്. 10 മിനിറ്റാണ് ഞാൻ ആദ്യം സെറ്റ് ചെയ്തത്. പക്ഷേ അത് ഇച്ചിരി ആകാനുണ്ടായിരുന്നു. അപ്പോൾ ഒരു 5 മിനിറ്റ് കൂടെ വെച്ച് എടുത്തേക്കണം. അപ്പോൾ മൊത്തം 15 മിനിറ്റാണ് ഞാനിതിനെ എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മുടെ കോട്ടേജ് പൈ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് സെർവ് ചെയ്ത് കാണിക്കാം. ഞാനത് കട്ട് ചെയ്ത് സെർവ് ചെയ്ത് കാണിക്കാം. അപ്പം നല്ല അടിപൊളി ഒരു ഡിഷാണ്. നമുക്ക് ട്രൈ ചെയ്യാം. നിങ്ങൾക്ക് നാട്ടിൽ എല്ലാ സാധനവും അവൈലബിൾ ആണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഓവനുള്ളവർക്കാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് ഡിന്നറിന് ഒക്കെ സെർവ് ചെയ്യാൻ പറ്റുന്നൊരു ഡിഷാണ്. അപ്പോൾ നമുക്ക് ഇത് സെർവ് ചെയ്ത് ഞാനിപ്പം നിൻ്റെ പ്ലേറ്റിൽ ഡിഷ് ചെയ്ത് കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. അതുപോലെ സൈഡിലെ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. അപ്പോൾ എൻ്റെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അപ്പം നിങ്ങളെല്ലാവരും സ്റ്റേ ഹോം, സ്റ്റേ സേഫ്, എല്ലാവരും സുഖമായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. അപ്പം നമുക്ക് ഇനി പുതിയൊരു വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബായ്.